Once again, welcome back to KC's Classes. KC's Classes-ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, പ്രോബ്ലംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തിരിക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. 4 സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇൻകം ടാക്സ്, ദെൻ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ 3 സബ്ജക്ട്സിൻ്റെയും ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പ്രോബ്ലം സബ്ജക്റ്റാണ്. പ്രോബ്ലം പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. നമുക്ക് പാർട്ട് ബിയിൽ മിനിമം 3 പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. SIക്ക് 2 പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. പ്രോബ്ലം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, പ്രോബ്ലം പഠിക്കാണ്ട് ഈ ഒരു സബ്ജക്റ്റുമായി മുന്നോട്ട് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ്. സോ നമുക്ക് 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഏരിയസിലോട്ട് പോകുന്നു. പിന്നെ ലീസിങ്, ദെൻ മൊഡ്യൂൾ നമ്പർ 4 മെർജർ, മൊഡ്യൂൾ നമ്പർ 5 ടേക്ക് ഓവർ. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി പറയുന്നു. ആദ്യം തന്നെ SI ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സോ ഇതിൽ SIക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കണ്ടുവരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് നമുക്ക് നിർബന്ധമായും SI പ്രതീക്ഷിക്കാം. പ്രോബ്ലം, മെർജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് SI പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4, അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 3ൽ നിന്നും വരാറുണ്ട് ലീസിങ്. അപ്പോൾ 3ഉം 4ഉം SIക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നും പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൊഡ്യൂൾ നമ്പർ 4 തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൽ എല്ലാ ചാപ്റ്ററിലും നമുക്ക് പ്രോബ്ലംസ് കാണാം. മൊഡ്യൂൾ നമ്പർ 5ലാണ് കുറച്ച് തിയറി കൂടുതലുള്ള. ബാക്കിയുള്ള എല്ലാ മൊഡ്യൂൾസിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ 4, 3, 2 ഇത് 3ഉം ചങ്ക് മൊഡ്യൂൾസ് ആണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കണ്ടുവരാം. ഓക്കെ, സോ ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ ഇന്ന് സാധാരണ 2 വെയിറ്റേജ് ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജും വേണമെങ്കിൽ വരാം. ഇതാണ് സാധാരണ കണ്ടുവരാറ്. എസ്പെഷ്യലി ഇതിൽ ഇക്കണോമിക് വാല്യൂ ആഡഡ് ഈ ഒരു ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ് തരാനുള്ള. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മിക്ക പേപ്പറുകളിലും ഇതിൽ നിന്ന് കൂടുതൽ വരാറ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക് തിയറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് പഠിച്ചു വെച്ചോളാം. ബട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ആയിട്ടൊരു 4 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. ബട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ, ബേസിക്സ് അല്ലേ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്. ബട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും വന്നിട്ടില്ല. ദെൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് ആണ്. SVA എന്താണ്? 2 വെയിറ്റേജ് പഠിക്കുക. ഇതൊക്കെ 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. MVA മാർക്കറ്റ് വാല്യൂ ആഡഡ് 2 വെയിറ്റേജ്. ഇതൊക്കെ 2 വെയിറ്റേജിന് മാത്രമാണ് വരാറ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡഡ്
അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ അത് SVA MVA എന്താണെന്നുള്ളതാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരിടാറ് 2 വെയിറ്റേജ് ഒരു ചോദ്യമായിട്ട്. അതുപോലെ തന്നെ MBV മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്താണെന്നുള്ളത് അതും ചോദിച്ചിട്ടുണ്ട് 2 വെയിറ്റേജിന്. അപ്പോൾ മാറി മാറി ഇടാറുള്ളതാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ ഇക്കണോമിക് വാല്യൂ അഡഡ് ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും EVA എന്താണ്, EVA അപ്രോച്ചിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് EVA നമുക്ക് പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. 2 വർഷം മുമ്പുള്ള പേപ്പറിൽ EVAയുടെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ EVAയുടെ പ്രോബ്ലമാണ് നമ്മൾ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അത് ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു ഇക്വേഷൻ പഠിച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന EVAയുടെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വരാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ EVA പ്രോബ്ലം, മിക്കതും പ്രോബ്ലം വരാറുണ്ട്. പിന്നെ EVAയുടെ പ്രോസസ്സ് നമുക്ക് 3 വെയിറ്റേജിൻ്റെ തിയറി ആയിട്ടും കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെ തിയറി ആയിട്ട് 2 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. EVAയുടെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഉണ്ട്, അതും കൂടി നോക്കി വയ്ക്കുക. ദെൻ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റും സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റും. അപ്പോൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് 2 വെയിറ്റേജിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റും വേണമെങ്കിൽ മാറി ചോദിക്കാം. അപ്പോൾ ഇത് മാറി മാറി ഇടാറുള്ളതാണ്. സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് ആണ് 2 വെയിറ്റേജിൻ്റെ കണ്ടുവന്നിട്ടുള്ളത്, എന്തായാലും നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഫോക്കസ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ ടീമുകളൊക്കെ നോക്കി വയ്ക്കുക. MVA, SVA, EVA, ദെൻ IGR ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്, ദെൻ SGR സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ്, ഇതൊക്കെ 2 വെയിറ്റേജിന് വരുന്നതാണ്. EVAയുടെ ഫീച്ചേഴ്സ് 3 വെയിറ്റേജ്, EVAയുടെ പ്രോബ്ലം 3 വെയിറ്റേജ്. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. ഇത്ര ഡീറ്റെയിൽസേ നമ്മൾ ഇതിൽ നിന്ന് ഇതുവരെയായിട്ട് കണ്ടു വന്നിട്ടുള്ളൂ കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2 ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ഒരുപാട് ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇതിൽ നിന്ന് എക്സാമിന് വരുന്ന ഏരിയാസിലോട്ടാണ് പോകുന്നത്. നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പാർട്ട് ബിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ അതിൽ ലിവറേജ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് ലിവറേജ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് മാറി മാറി വരാറുള്ളതാണ്. ഏതെങ്കിലും ഒരു ലിവറേജിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ് എന്താണ് എന്നുള്ളത് മിക്ക പേപ്പറുകളിലും റിപ്പീറ്റാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ നമുക്ക് തിയറി പിന്നെയും കാണാം. ഇമ്പാക്റ്റ് ഓഫ് അല്ലെങ്കിൽ ഇഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം നോക്കി വയ്ക്കണം. തിയറിക്ക് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കണം. ദെൻ പ്രോബ്ലം 3 ലിവറേജും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പഠിച്ചിരിക്കണം. അത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ്. പ്രോബ്ലം മസ്റ്റാണ്, പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ലിവറേജിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രോബ്ലംസ് അതുപോലെ തന്നെ തിയറി ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, 2 വെയിറ്റേജ് ആയിട്ടും പ്രോബ്ലം ആയിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒറ്റ പ്രാവശ്യം പാർട്ട് ബിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ അതിനുശേഷം ഫിനാൻഷ്യൽ ഓപ്ഷൻ ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഓപ്ഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, കോൾ ഓപ്ഷൻ ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, നോക്കിയാൽ കാണാം. ബട്ട് ഇതൊറ്റ പ്രാവശ്യം ഇതുവരെയായിട്ടൊരു പേപ്പറിൽ പോലും അതിൽ നിന്നൊരു ചോദ്യം ആ ഒരു ഏരിയ നമ്മുടെ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ അധികം വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതുവരെയായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവസാനമൊക്കെ മെയിൻ ടോപ്പിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് പോയാൽ മതി. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഈ പറയുന്ന ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, ബട്ട് അതിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ് ഡിവിഡൻഡ് പോളിസി ആൻഡ് വാല്യൂ ഓഫ് ദി ഫേം ആണ്.
ലിവറേജും ഡിവിഡൻഡ് പോളിസിയുമാണ്, ഡിവിഡൻഡും ആണ് ഇതിൽ കട്ടക്കി നിൽക്കുന്ന രണ്ട് ടോപ്പിക്സ്. ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പം ലിവറേജും ഡിവിഡൻഡും ആണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടത്. ഡിവിഡൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് ബിയിൽ എന്തായാലും നമുക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം ലിവറേജിൻ്റെ പോലെ തന്നെ. സോ ഇതിൽ ഡിവിഡൻഡ് എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് തിയറി നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ഡിവിഡൻഡ് പോളിസിനെ പറ്റിയിട്ട് കാണാം. എഗെയിൻ അവിടെയും ഒരു തിയറി ഉണ്ട്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് പോളിസി തിയറിയാണ്. ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, നോക്കി വയ്ക്കുക. ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി. അതിനുശേഷം നമുക്ക് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ് റെലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് 2 വെയിറ്റേജ്, അതുപോലെ തന്നെ ഇറലവൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് 2 വെയിറ്റേജ്. പിന്നെ നമുക്കറിയാം ഇതിൽ മെയിനായിട്ട് ഡിവിഡൻഡ് മോഡൽസ് ആണ്, 3 മോഡൽസ്, വാട്ടേഴ്സ്, ഗോർഡൻ. നിർബന്ധമായും 3ൻ്റെയും തിയറിയും പഠിക്കുക, അതിൻ്റെ പ്രോബ്ലം പഠിച്ചു വയ്ക്കണം. പ്രോബ്ലംസ് ഈ 3 മോഡലിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി പാർട്ട് ബിയിൽ വരാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിവിഡൻഡ് മോഡൽ സ്കിപ്പ് ചെയ്യരുത്. ഡിവിഡൻഡ് മോഡലിലെ ഏതെങ്കിലും ഒരു മോഡലിൻ്റെ പ്രോബ്ലം, വേണമെങ്കിൽ തിയറി, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിവിഡൻഡ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ തിയറിയും പ്രോബ്ലം ഒക്കെ നോക്കാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2-ൽ നിന്ന് പാർട്ട് ബിയിലത്തെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എസ്പെഷ്യലി ലിവറേജ്, ഡിവിഡൻഡ് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഈ 2 ടോപ്പിക്സിൽ നിന്നും 2 വെയിറ്റേജ് ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള പ്രോബ്ലംസും ലിവറേജിൽ നിന്നും അതുപോലെ തന്നെ ഡിവിഡൻഡിൽ നിന്നും പ്രതീക്ഷിക്കുക. എസ് എ ഇട്ടിട്ടുള്ള തിയറി ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ൻ്റെ ഡിവിഡൻഡ് പോളിസിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഈ പറയുന്ന തിയറി നെ പറ്റിയിട്ടുള്ള കാര്യം തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ ഡിവിഡൻഡ് പോളിസി, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് പോളിസി, അതും ഒരു പ്രാവശ്യം തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജിനെ പറ്റിയിട്ടും ഒരു പ്രാവശ്യം തിയറി എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവറേജും ഡിവിഡൻഡും ഇതാണ് നമുക്ക് പിന്നെ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതൊക്കെ തിയറിയാണ്. പാർട്ട് ബിയിൽ ലിവറേജും ഡിവിഡൻഡും പ്രോബ്ലവും, പിന്നെ എസ്സേക്ക് ഇടുന്നുണ്ടെങ്കിൽ ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഒരെണ്ണമൊക്കെ തിയറിയാണ് വരാറ്. ഡിവിഡൻഡ് പോളിസി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡും അതുപോലെ തന്നെ സെയിം ടോപ്പിക്. അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 2. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3 ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എസ്സേ ഇടാറുണ്ട്. കുറച്ചൊരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിനേക്കാൾ എളുപ്പം മൊഡ്യൂൾ നമ്പർ 2ഉം 4ഉം തന്നെയാണ്. ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. സോ ഇവിടെ NPV, IRR ഈ ഏരിയാസൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ലീസിങ്. അപ്പോൾ ലീസിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിങ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, അതിനെപ്പറ്റിയുള്ള തിയറി മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ദെൻ അതിനുശേഷം നമുക്ക് NPV, IRR ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതിൽ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെയാണ് IRR എന്താണ്, അതുപോലെ തന്നെ NPV എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ്, പിന്നെ IRR, NPV അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. IRR അതുപോലെ തന്നെ NPV നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രോബ്ലംസും പിന്നെ തിയറിയും ഇതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ് നോക്കിയിരിക്കണം. പിന്നെ ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്, ഈ 2 ഡിഫറൻസ്, ബെനഫിറ്റ്സ് ഓഫ് ലീസ് ടു ദി ബോറോവർ, അത് തിയറി ചോദിച്ചിട്ടുള്ളതാണ്. ബെനഫിറ്റ്സ് ഓഫ് ലീസിങ് കൊണ്ടുള്ള ബെനഫിറ്റ്സ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ NPV, IRR, പ്രോബ്ലം, അതുപോലെ തന്നെ ലീസിങ്, ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്, അതിൻ്റെ തിയറി നോക്കണം. പ്രോബ്ലംസിലേക്കും നമുക്ക് പോകണം. ലീസ് ഫിനാൻസിങ്, ലെസ്സേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ബോറോവർക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ് റിപ്പീറ്റ് ആണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നൊക്കെ പാർട്ട് ബിയിലത്തെ ചോദ്യങ്ങളും വരാറുണ്ട്. ദെൻ പാർട്ട് എയിൽ NPV, IRR ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് SCക്കും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇവാലുവേഷൻ ഞാൻ പറഞ്ഞു, ലീസ് കൊണ്ട് ബോറോയിങ് ഡിസിഷനിൽ എങ്ങനെയാണെന്നുള്ള ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏരിയാസൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിരിക്കണം കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്, ലീസിങ്, അതിൻ്റെ ടൈപ്സ്, ഡയറക്റ്റ് ലീസ് എന്താണ്, ദെൻ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ഓഫ് ലീസിങ്
2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ഓഫ് ലീസിങ്, പിന്നെ ഞാൻ പറഞ്ഞു ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഈ പറയുന്ന NPV-IRR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസും പ്രതീക്ഷിക്കാം, അതിൻ്റെ ഡിഫറൻസ് തിയറി ആയിട്ടും പ്രതീക്ഷിക്കാം. ബെനഫിറ്റ്സ് ഓഫ് ലീസിങ് ടു ബോറോവർ അതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏരിയാസൊക്കെ നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ എസ്സേക്ക് പിന്നെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള 1-2 ഏരിയാസിലോട്ട് പോവുകയാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലീസ് അണ്ടർ ദി പെർസ്പെക്റ്റീവ് ഓഫ് ലെസ്സി തിയറി ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഐ റിപ്പീറ്റ്, മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലീസ് അണ്ടർ ദി പെർസ്പെക്റ്റീവ് ഓഫ് ലെസ്സി നിർബന്ധമായും നോക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് ബൈ ഓർ ലീസ് അങ്ങനത്തെ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലീസിങ്ങിൽ നിന്ന് നമുക്കൊരു എസ്സേ പ്രോബ്ലം ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ തിയറിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പ്രോബ്ലംസ് നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ബൈ ഓർ ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം, പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. NPV-IRR ഒക്കെ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിലത്തെ പ്രോബ്ലംസ് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കണം, പറഞ്ഞ തിയറിയും കവർ ചെയ്തിരിക്കണം. 3 പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ടോപ്പിക്സ് ഉള്ള ഒരു ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 3 കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4. ഓക്കെ, മൊഡ്യൂൾ നമ്പർ 4 മെർജർ സ്ട്രാറ്റജി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. കമ്പൽസറി എസ്ഐ പ്രോബ്ലം 2 വെയിറ്റേജ് ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജ്, 3ലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് മെർജർ സ്ട്രാറ്റജി. അപ്പം മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, ടേക്ക് ഓവർ എന്താണ്, ആദ്യം അതാണ്. അതിനുശേഷം ടൈപ്സ് ഓഫ് മെർജർ ആൻഡ് അക്വിസിഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, കോൺസെൻട്രേറ്റിക്, ദെൻ ഫോർവേഡ്, കോൺഗ്ലമറേറ്റ് മെർജർ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ പറയുന്ന വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ക്രോസ് ബോർഡർ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ 2 വെയിറ്റേജ് ചോദ്യം നിർബന്ധമായും നോക്കിയിരിക്കണം. മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ്. ദെൻ തിയറീസ് ഓഫ് മെർജർ ഉണ്ട്, നോക്കി വയ്ക്കുക. ദെൻ മിക്ക പേപ്പറുകളിലും ഇതിൽ നിന്ന് തിയറി പ്രോബ്ലം കമ്പൽസറി ആണ്, ബട്ട് പ്രൊസീജിയർ ഓഫ് ഈ പറയുന്ന മെർജർ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് ചാപ്റ്ററിൽ പ്രൊസീജിയർ ഓഫ് ടേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, റിപ്പീറ്റാണ് പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഡീൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കാണാം മെർജർ പ്രൊസീജിയർ, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു 9 പോയിന്റ് കാണാം, നിർബന്ധമായും പഠിക്കണം. മെർജർ പ്രൊസീജിയറോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്ററിലെ ടേക്ക് ഓവർ പ്രൊസീജിയറോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. പിന്നെ 2 വെയിറ്റേജിനിൽ വന്നിട്ടുള്ളതാണ് ഡിവിസ്റ്റർ എന്താണ്. 2 വെയിറ്റേജിനിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഡിവിസ്റ്റർ എന്താണ്. ഓക്കെ, നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം നമുക്ക് പ്രോബ്ലംസിലോട്ടാണ് കിടക്കാനുള്ള. വാല്യൂ ഓഫ് ഫേം അണ്ടർ മെർജർ ആൻഡ് അക്വിസിഷൻ കമ്പൽസറി പ്രോബ്ലം, ഇതാണ് എസ്സേക്ക്. പി റേഷ്യോ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് ഈ പറയുന്ന കാൽക്കുലേഷൻ EPS കാണാം, മെർജറിന് ശേഷമുള്ള EPS കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സാധാരണ എസ്സേക്ക് വരാറ്. അതിലോട്ട് പോണേക്കാൾ മുമ്പ് സ്വാപ്പ് റേഷ്യോ 2 വെയിറ്റേജ് ചോദ്യം ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഓഫ് കോർപ്പറേറ്റ് മെർജേഴ്സ് നോക്കി വയ്ക്കണം. താഴെയുള്ള ടോപ്പിക്കാണ് മെർജർ ആൻഡ് ഡെല്യൂഷൻ ഇഫക്റ്റ് ഓൺ EPS. എസ്സേക്ക് വരുന്ന ടോപ്പിക് അതാണ്. EPS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താഴെ പ്രോബ്ലംസ് കാണാൻ സാധിക്കും. നിർബന്ധമായും പഠിക്കുക. നമുക്ക് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ ടോപ്പിക്സ് ആണ്. EPS കാണാം മെർജറിന് ശേഷമുള്ളത്. നമുക്ക് 4 എസ്സേയിൽ 1 എസ്സേ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രോബ്ലം എസ്സേ ഈ പറയുന്ന ലീസിങ്ങിൽ നിന്ന് മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 എസ്സേ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 4ഉം 3 ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്ററിലത്തെ തിയറീസ്, മെർജറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ടൈപ്സ്, പ്രൊസീജിയർ, ഇതൊക്കെ നോക്കി വയ്ക്കുക. സ്വാപ്പ് റേഷ്യോ നോക്കുക. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്.
ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പിന്നെ പ്രോബ്ലം ആയിട്ട് ഞാൻ പറഞ്ഞു പി റേഷ്യോ, EPS, ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷനും മറ്റ് ഡീറ്റെയിൽസൊക്കെ റിപ്പീറ്റാണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയാസൊക്കെ നല്ല രീതിയിൽ നോക്കി വയ്ക്കുക. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ നമ്പർ 5, ടേക്ക് ഓവർ സ്ട്രാറ്റജി ആണ്. സോ കൂടുതൽ തിയറി ഉള്ളതാണ്, എക്സാമിന് വരാറുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് ടേക്ക് ഓവർ എന്താണ്, റീസൺസ് ഫോർ ടേക്ക് ഓവർ, അതിൻ്റെ ടൈപ്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊസീജിയർ ഓഫ് ടേക്ക് ഓവർ പാർട്ട് ബിയിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കി വയ്ക്കണം. പിന്നെ സെബീനെ പറ്റിയുള്ളത് എന്തെങ്കിലും നോക്കുക. റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടില്ല, ബട്ട് നോക്കി വയ്ക്കണം. സെബി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെർജേഴ്സ് ആൻഡ് ടേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, നോക്കണം. പിന്നെ നെക്സ്റ്റ് നമുക്ക് 2 വെയിറ്റേജിൻ്റെ കുറച്ച് ഏരിയാസിലോട്ട് കടക്കാനുണ്ട്. സ്പിൻ ഓഫ്, അതുപോലെ തന്നെ സ്പിൻ ഓഫ്, അതൊരു 2-3 വർഷത്തെ പേപ്പറിലോട്ട് പോവുക. റിവേഴ്സ് മർജർ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറയാൻ വിട്ടുപോയതാണ്. സ്പിൻ ഓഫ്, സെൽ ഓഫ്, MBO, LBO, ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് SAക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇതിൽ നിന്നാണ്. ഡിസ്ട്രസ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജിനെ പറ്റിയുള്ളൊരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. ഡിസ്ട്രസ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SA വന്നിട്ടുണ്ടായിരുന്ന ഇതാണ്. ഇലാബറേറ്റ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന SA ആണ്. പിന്നെ ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജീസ് നോക്കി വയ്ക്കണം. ഡീമർജർ നമുക്ക് പ്രതീക്ഷിക്കാം. 2 വെയിറ്റേജ് ഞാൻ പറഞ്ഞു. സ്പിൻ ഓഫ് എന്താണ്, സ്പിൻ ഔട്ട് എന്താണ്, മാറി 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കി വയ്ക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സെൽ ഓഫ് ഉണ്ട് 2 വെയിറ്റേജ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് ലിവറേജ്ഡ് ബൈ ഔട്ട്. 2 വെയിറ്റേജിൻ്റെലും 3 വെയിറ്റേജിൻ്റെലും മാറി വരാറുള്ളതാണ്. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ്, റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ മാനേജ്മെൻറ്റ് ബൈ ഔട്ട്, MBO എന്താണ്, മാനേജ്മെൻറ്റ് ബൈ ഔട്ട് എന്താണ്, അതും വന്നിട്ടുണ്ട് 2 വെയിറ്റേജിൻ്റെൽ. ദെൻ LBO എന്താണ്, റിപ്പീറ്റ് ആണ്. LBOയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരിക്കണം. ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെയിലൊക്കെ മാറി വരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. LBOൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതും നോക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞതൊക്കെ നോക്കണം. LBO, MBO, സ്പിൻ ഓഫ്, സെൽ ഓഫ്, സ്പിൻ ഔട്ട്, ഇതൊക്കെ റിപ്പീറ്റാണ്. ലിവറേജ്ഡ് ബൈ ഔട്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു SAക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്. പിന്നെ ടൈപ്സ് റീസ്ട്രക്ചറിങ്ങിൻ്റെ, ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അതിനകത്ത് മുമ്പുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ തിയറിയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 5 ഈ പറഞ്ഞ തിയറി ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ നോക്കാൻ നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. മിക്ക പേപ്പറുകളിലും നമ്മളിത് കണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ലീസിങ്ങിൻ്റെ ആണ് ഒരു പ്രോബ്ലം വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 4 ഒരു പ്രോബ്ലം. ദെൻ അതിനുശേഷം ഈ പറഞ്ഞ ലിവറേജ്ഡ് ബൈ ഔട്ട്, ഇതിൽ നിന്നാണ് തിയറി വന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്, ഇതിൽ നിന്നാണ് തിയറി വന്നത്. 2 തിയറി ചോദ്യം മൊഡ്യൂൾ നമ്പർ 5 നിന്ന് മാത്രം വന്നു കഴിഞ്ഞ പ്രാവശ്യം. ദെൻ മൊഡ്യൂൾ നമ്പർ 3 ഒരു പ്രോബ്ലം, മൊഡ്യൂൾ നമ്പർ 4 ഒരു പ്രോബ്ലം. ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം SAക്ക് 4 ചോദ്യം വന്നത്. അതിനേക്കാൾ മുമ്പാണെങ്കിലും ഈ പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 4 ഒരു പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായി നോക്കി വയ്ക്കണം. പിന്നെ ലീസിങ്ങിലത്തെ തിയറി, മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് നോക്കി വയ്ക്കണം. ഡിവിഡൻഡിലോട്ട് പോകുമ്പോൾ MM-ൻ്റെ അപ്രോച്ച് നോക്കണം. പിന്നെ മെർജർ ആൻഡ് അക്വിസിഷൻ്റെ ടൈപ്സ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യരുത്. ലിവറേജ് ബൈ ഔട്ട് റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞു. ഡിവിഡൻഡ് പോളിസി എന്ന് പറയണത് മൊഡ്യൂൾ നമ്പർ 2 റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ ലിവറേജ് റിപ്പീറ്റ് ആണ്. ഇതൊക്കെ നോക്കാൻ ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യരുത്. പാർട്ട് ബിയിലോട്ട് പോണ സമയത്ത് ഞാൻ മൊത്തം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ EPSൻ്റെ പ്രോബ്ലം, പിന്നെ പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഡിവിഡൻഡിൻ്റെ പ്രോബ്ലം, 3 ലിവറേജും നല്ല രീതിയിൽ നോക്കി വെച്ചിരിക്കണം. 3 ലിവറേജിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ മെർജറിൻ്റെ മോട്ടീവ്സ്, മെർജറിൻ്റെ ടൈപ്സ്, പിന്നെ മെർജറിൻ്റെയും ടേക്ക് ഓവറിൻ്റെയും പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നോക്കി വെക്കണം.
പിന്നെ ലീസിങ്ങിൻ്റെ തിയറി, ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, അതിൻ്റെ ബെനഫിറ്റ്സ്, ഡിവിഡൻറ്റിൻ്റെ പോളിസി, 3 മോഡലും പഠിക്കണം. 3 മോഡലിൻ്റെ പ്രോബ്ലം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലിവറേജ്ഡ് ബൈഔട്ട് എസ്സേക്കും പാർട്ട് ബിയിലും കണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ EVയുടെ പ്രോബ്ലം, അതിൻ്റെ തിയറിയും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ NPV IRR അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് മെർജർ, ടേക്ക് ഓവർ, അതൊക്കെ നോക്കി വയ്ക്കുക. ഇങ്ങനെയൊക്കെ പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ പാർട്ട് എയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോഴത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊഡ്യൂൾ നമ്പർ 1 പോകുമ്പോൾ EVA, പിന്നെ അവിടെ MVA, പിന്നെ SVA, അങ്ങനെയുള്ള ടീമുകൾ, IGR, SGR, ഇതൊക്കെ നോക്കി വയ്ക്കാൻ പറഞ്ഞിട്ടായിരുന്നു. മൊഡ്യൂൾ നമ്പർ 2 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ? ലിവറേജ്, ഡിവിഡൻറ്റ്, അതിനെപ്പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ, ഡിവിഡൻറ്റിൻ്റെ കൺസെപ്റ്റ്, ഇതൊക്കെ നോക്കി വയ്ക്കണം. EVയുടെ കാര്യം പറഞ്ഞു. മെർജറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, റിവേഴ്സ് മെർജർ, പിന്നെ MBO, LBO, ലാസ്റ്റ് മൊഡ്യൂളത്തെ സ്പിൻ ഓഫ്, സെൽ ഓഫ് എന്തായാലും നോക്കി വയ്ക്കണം. ഫിനാൻഷ്യൽ ഡിസ്ട്രസ് നോക്കി വയ്ക്കണം. പിന്നെ ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിഫറൻസ് പോയിന്റ് നോക്കണം. ഇതൊക്കെ തന്നെ റിലവൻസ് ഡിവിഡൻറ്റിൽ നോക്കാനുള്ളതാണ്. ലിവറേജ് വീണ്ടും പറയല്ല, ഞാൻ പറഞ്ഞു ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ളത് പറയാണ്. ഫിക്സ്ചർ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാൻ. അത് 280 വന്നിട്ടുള്ളതാണ്. സ്വാപ്പ് റേഷ്യോ വന്നിട്ടുള്ളതാണ്. ടേക്ക് ഓവർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേക്ക് ഓവർ നോക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ പോയിന്റ്, ലീസിൻ്റെ ടൈപ്സ്, പിന്നെ ഡിറക്റ്റ് ലീസ് എന്താണ്, MBV ഫസ്റ്റ് മൊഡ്യൂളത്തെ, IRR, EPS ഒക്കെ എന്താണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്തു പറഞ്ഞു എന്ന് മാത്രം. 5 മൊഡ്യൂളത്തെയും എല്ലാതും ഈ പറഞ്ഞത് നോക്കി വെക്കുക. പ്രോബ്ലംസ് നല്ല രീതിയിൽ പഠിക്കുക. എസ്പെഷ്യലി നമുക്ക് എസ്സേക്ക് പ്രോബ്ലംസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പല പേപ്പറിലും 2 പ്രോബ്ലം നമുക്ക് മിക്കതും ചെയ്യാൻ പറ്റുന്നതും എന്ന് വെച്ചാൽ പഠിക്കാണ്ട് പറ്റില്ല. തിയറി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മോഡിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പാർട്ട് ബിയിലാണെങ്കിലും മിനിമം 3 പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പാർട്ട് എയിൽ മാത്രമാണ് തിയറി മാത്രമായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നു. ഏതൊക്കെ മൊഡ്യൂള്, ഏതൊക്കെ ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. നമ്മുടെ കച്ചിത്തുറുമ്പ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4, 5 വരാം. തിയറിയാണോ 5 വരുന്നത്, ദെൻ 3യിൽ നിന്ന് എസ്സേ. 4ഉം 3ആണ് നമ്മൾ എസ്സേ പ്രോബ്ലംസ് പ്രതീക്ഷിക്കുന്നത്. ലിവറേജും ഡിവിഡൻറ്റും നമുക്ക് അഡീഷണൽ ഒരു എഡ്ജ് നൽകുന്നതും ഈസി ആയിട്ടുള്ള രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളും കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കുട്ടികൾ ഇൻകം ടാക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. വരും ദിവസം ഞാനത് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.